ഹർത്താലായിട്ട് എന്തായിരുന്നു പരിപാടി? പട്ടിപ്പണിയായിരുന്നു ഗായ്സ്, പട്ടിപ്പണിയായിരുന്നു. പിങ്കിയുടെ കൂടെ വൃത്തിയാക്കലായിരുന്നു മെയിൻ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇതേ മുകളിലത്തെ വർക്കർ ഒന്ന് ക്ലീൻ ചെയ്യാൻ കയറിയതേ ഓർമ്മയുള്ളൂ. പണിയുടെ മുകളിൽ പണിയായിരുന്നു, അതൊന്നൊന്നര പണിയായിരുന്നു. തുടങ്ങണ്ടായിരുന്നു എന്ന് വിചാരിച്ചു പോയി. കാരണം അതെ, അത് തന്നെയായിരുന്നു കാരണം. വർക്കേറിയൊക്കെ കഴുകിയിട്ട് ഈ ഒരു പോർഷനിലാണ് വെള്ളമൊക്കെ പോകാനുള്ളൊരു പൈപ്പ് ഉണ്ടായിരുന്നത്. അതങ്ങോട്ട് ബ്ലോക്കായി, ഇരട്ടിപ്പണിയായി. അതിൻ്റെ പിറകെ പിന്നെ കുറച്ചധികം സമയം തന്നെ സ്പെൻഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു. ഒരു റൂം പണിയുമ്പോൾ അവിടെ ബാത്റൂം പണിയാന്ന് വിചാരിച്ചിട്ടാണ് ആ പോർഷൻ അങ്ങനെ വിട്ടേക്കുന്നത്. ഇത്രയും പണികൾ ചെയ്യാൻ കൂടെ നിന്ന കൊച്ചുങ്ങൾ പറഞ്ഞ് വൈകുന്നേരം ഇതേ പുഴയിലോട്ട് കൊണ്ടുപോകണമെന്ന്. ഇത് മൂവാറ്റുപുഴയാറാണേ. നമ്മളിത് ലോങ് വ്ളോഗൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് പോയിട്ടുള്ളത്. അങ്ങനെ അവരതുകൊണ്ടാണ് രാവിലെ എനിക്ക് വേണ്ടി കുറച്ച് പണിയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ നമ്മൾ പുഴയിൽ കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ച് കല്ലുണ്ട്. അങ്ങനെ ഇതേ കുറേ നാളിന് ശേഷം ഇതേ ഞാനൊന്ന് നീന്താനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. കാണുമ്പം പേടിയാവും, വലിയ പുഴയാന്നൊക്കെ ഉള്ളത്. പക്ഷേങ്കിൽ ആടും ഇല്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. നല്ല അപകടം പിടിച്ച സ്ഥലം തന്നെയാണ്, എന്നാലും നല്ല സേഫായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഹർത്താലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇതേ തിരിച്ച് വീട്ടിലോട്ട് വന്ന് വൈകുന്നേരം ആയപ്പോൾ തൊട്ടടുത്ത അമ്പലത്തിൽ ശിവരാത്രി ഉത്സവമായിരുന്നു കേട്ടോ. അവിടെ പോയി നല്ല ക്യൂ ആയിരുന്നു. എന്നാലും സദ്യ കഴിക്കാതെ പോയില്ല, അന്നദാനം കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഹർത്താൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്.